So let's begin. As mentioned again, topic today is solubility product. Solubility product is usually represented as KSP. This solubility product first of all, solubility product ionic equilibrium equilibrium chapter chemical equilibrium, ionic equilibrium, split different chapters. This ionic equilibrium last part is solubility product. Our solubility product ionic equilibrium അതുകൊണ്ട് തന്നെ ഈ സോളിബിലിറ്റി പ്രോഡക്റ്റ് എത്തുമ്പോഴേക്കും എല്ലാവരും പൊതുവെ സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട്. എന്നാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സോളിബിലിറ്റി പ്രോഡക്റ്റ്. ഈ സോളിബിലിറ്റി പ്രോഡക്റ്റ് മനസ്സിലാക്കണമെങ്കിൽ അതിന് കുറച്ച് പ്രീ റിക്വസിറ്റ് നോളജ് നിർബന്ധമാണ്. ആദ്യം ആ പ്രീ റിക്വസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുശേഷം സോളിബിലിറ്റി പ്രോഡക്റ്റിലേക്ക് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ, അപ്ലിക്കേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്നൊരു ടോപ്പിക് കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ വരുന്നുണ്ട്. അപ്ലിക്കേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന ടോപ്പിക് കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ വരുന്നുണ്ട് NCERT-യിൽ. എങ്കിൽ അവിടെ അപ്ലിക്കേഷൻസ് പറയുന്ന കൂട്ടത്തിൽ ഒരു അപ്ലിക്കേഷൻ ഉണ്ട്, ടു പ്രെഡിക്റ്റ് ദി ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ. ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യും എന്ന് മനസ്സിലാക്കിയാലേ സോളിബിലിറ്റി പ്രോഡക്റ്റിലേക്ക് പൂർണ്ണമായും എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ടു പ്രെഡിക്റ്റ് ദി ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ എന്ന കോൺസെപ്റ്റ് നമുക്ക് നോക്കാം. അതില് നമുക്കറിയാം, ഒരു റിയാക്ഷൻ AA പ്ലസ് BB ഗിവ്സ് CC പ്ലസ് BD. ഇത്തരത്തിലുള്ള റിയാക്ഷൻ ഉള്ളപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അക്കോർഡിംഗ് ടു ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് C raised to C, D raised to D by A raised to A, B raised to B. ഇതെല്ലാവർക്കും ബൈ ഹാർട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഇതിൽ ഫർദർ എക്സ്പ്ലനേഷൻ വേണ്ട. എന്നാൽ നമ്മൾ അവിടെ പരിചയപ്പെടുന്ന മറ്റൊരു വ്യക്തിയാണ് അയോണിക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആൻഡ് റിയാക്ഷൻ കോഷ്യന്റ്. അപ്പൊ റിയാക്ഷൻ കോഷ്യന്റ് എന്താണെന്ന് കാണണം. ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ സെയിം ഇക്വേഷൻ ആണ് റിയാക്ഷൻ കോഷ്യന്റിന് ഉള്ളത്. എന്താണോ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ഇക്വേഷൻ, അതേ ഇക്വേഷൻ കാണിക്കുന്ന മറ്റൊരു വ്യക്തിയാണ് റിയാക്ഷൻ കോഷ്യന്റ്. എന്ന റിയാക്ഷൻ കോഷ്യന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് അൺലൈക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് സച്ച് ദാറ്റ് Kc is defined only at equilibrium. ഈ കാണുന്ന C സ്ക്വയർ ബ്രാക്കറ്റ് എഴുതി കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് C ആൻഡ് സ്ക്വയർ ബ്രാക്കറ്റിൽ D മീൻസ് കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രോഡക്റ്റ് D when at equilibrium. Equilibrium constant is defined only at equilibrium. For a given reaction, equilibrium constant value കണ്ടുപിടിക്കാൻ നിങ്ങൾ ഈ കോൺസെൻട്രേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ that should be the concentrations at equilibrium. ഇക്വിലിബ്രിയം കണ്ടീഷൻ ഉള്ള സമയത്തുള്ള കോൺസെൻട്രേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലേ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പറ്റൂ. എന്നാൽ QCയിൽ you can substitute any concentrations of C, D or A or V, which means reaction quotient is defined at all stages of the reaction, at equilibrium and non-equilibrium. Equilibrium മാത്രം ഡിഫൈൻഡ് ആയിട്ടുള്ള ആളാണ് KC. equilibrium ഉള്ളപ്പോഴും അല്ലാത്തപ്പോഴും QC ഡിഫൈൻഡ് ആണ്. അപ്പൊ തന്നെ നമുക്ക് കാര്യം പിടികിട്ടി. എന്താ, when will QC be equal to KC? QC equal to KC ആണെങ്കിൽ അതിന്റെ അർത്ഥം yes, it is at equilibrium. What is at equilibrium? The reaction is at equilibrium. അപ്പൊ ഏത് ഡയറക്ഷനിലാണ് ഷിഫ്റ്റ് ചെയ്യുക? ഒരു ഡയറക്ഷനിലും ഷിഫ്റ്റ് ചെയ്യൂല. Because it is already at equilibrium. It remains. എന്ന റിയാക്ഷൻ നിന്നു എന്നല്ല നമ്മൾ പറയുന്നത്. ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഒരേ റേറ്റിൽ സംഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇക്വിലിബ്രിയം. അപ്പോ ആ സാഹചര്യത്തിൽ റിയാക്ഷൻ മുന്നോട്ടും നീങ്ങൂല പിന്നോട്ടും നീങ്ങൂല. നെറ്റ് റിയാക്ഷൻ 0 ആണ് നമ്മൾ പറയും. സോ ഇറ്റ് ഈസ് അറ്റ് ഇക്വിലിബ്രിയം. എന്നാൽ നമുക്ക് അതല്ല വേണ്ടത്. വി നീഡ് നോട്ട് ഈക്വൽ ടു കണ്ടീഷൻ. നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സിറ്റുവേഷൻ അറൈസ് ആവും. ഐദർ QC is greater than KC or QC is less than KC. Suppose QC is greater than KC. Then first of all നമ്മൾ മനസ്സിലാക്കേണ്ടത് equilibrium is the most stable state of a reaction. ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ഏറ്റവും സ്റ്റേബിൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് equilibrium. Since it is most stable at equilibrium, every reaction continuously tries to attain equilibrium.
എപ്പോഴും ഒരു റിയാക്ഷൻ മുന്നോട്ട് നീങ്ങുന്നത് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ വേണ്ടി ആയിരിക്കും. ഫുൾ സ്റ്റോപ്പ്. അതിന്റെ അപ്പുറത്തേക്ക് നോ കണ്ടീഷൻസ്. എവറി റിയാക്ഷൻ reacts in such a way so as to attain equilibrium. Suppose QC is not equal to KC such that QC is greater than KC. QC കേസിനേക്കാൾ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ സിസ്റ്റം ആഗ്രഹിക്കുന്നത് ഇക്വിലിബ്രിയത്തിലേക്ക് എത്താനാണ്. ഇക്വിലിബ്രിയത്തിലേക്ക് എത്തണമെങ്കിൽ QC should be equal to KC. How can you bring QC towards KC? QC-നെ KC-യിലേക്ക് എത്തിക്കണമെങ്കിൽ QC-യുടെ വാല്യൂ കുറയ്ക്കണം. QC-യുടെ വാല്യൂ കുറച്ചാൽ QC കുറഞ്ഞു നിന്ന് at some point it will reach KC. At that point it will be at equilibrium. So system QC greater than KC ആവുന്ന സാഹചര്യത്തിൽ it is trying to get back to equilibrium by bringing down the value of reaction quotient. ആ value of reaction quotient എങ്ങനെ മാറും? Yes, ആദ്യം പ്രോഡക്ട്സിന്റെ കോൺസെൻട്രേഷൻ കുറയണം, ന്യൂമറേറ്റർ കുറയണം, വാല്യൂ കുറയണം. നമ്മുടെ ഉദ്ദേശം വാല്യൂ കുറയണമെങ്കിൽ ന്യൂമറേറ്റർ കുറയണം എന്നാൽ ഡിനോമിനേറ്റർ കൂടണം. So in order for the reaction to attain equilibrium, value of reaction quotient should decrease. In order to decrease the value of reaction quotient, product concentration should decrease, reactant concentration should increase. എങ്ങനെയാണ് സംഗതി നടത്തുക? How can product concentration decrease and reactant concentration increase? By moving in the backward direction. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാം, if QC is greater than KC, to attain equilibrium, system shifts in the backward direction. Backward direction മൂവ് ചെയ്താൽ മാത്രമേ ഇക്വിലിബ്രിയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതാണ് ഫസ്റ്റ് സിറ്റുവേഷൻ. നെക്സ്റ്റ് സിറ്റുവേഷൻ, if QC is less than KC, again equal അല്ല, അതുകൊണ്ട് ഇക്വിലിബ്രിയം ഇല്ല. സിസ്റ്റം കഠിനമായി പ്രയത്നിക്കുന്നത് QC-നെ KC ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ടാണ്. in order to bring QC to KC, QC-യുടെ വാല്യൂ കൂട്ടണം, കാരണം ഇപ്പൊ കുറവാണ്. in order to increase the value of QC, എന്താണ് ഒരു പോസിബിലിറ്റി ഉള്ളത്? QC-യുടെ വാല്യൂ കൂട്ടണമെങ്കിൽ in order to increase the value of QC, ന്യൂമറേറ്റർ കൂട്ടണം, ഡിനോമിനേറ്റർ കുറയ്ക്കണം. ന്യൂമറേറ്ററിലുള്ള പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടണം, പ്രോഡക്റ്റ് കൂട്ടണം, റിയാക്ടന്റ് കുറയ്ക്കണം. Which direction will the equilibrium shift? Yes, obviously it will shift in the forward direction. Forward direction shift ചെയ്താലേ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. To attain equilibrium, system shifts in the forward direction. അപ്പോൾ ഈ ഒരു കാര്യം പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കിയാലേ മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഒന്ന് ഓടിച്ചു വിട്ടത്. എല്ലാവരും എഴുതുന്നവരുണ്ടെങ്കിൽ എഴുതി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. വെരി ഗുഡ്. അപ്പോ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. Applications of equilibrium to predict the direction of a reaction. ഇനി തിരിച്ചു വരാം. സോളിബിലിറ്റി പ്രോഡക്റ്റ്. അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സോൾട്സ് ആണ്. സോൾട്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. സോൾട്സ് ആർ ക്ലാസിഫൈഡ് based on solubility. What is solubility? Solubility is the concentration of salt dissolved at equilibrium or saturation. സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ ഡിസോൾവ് ആയ കോൺസെൻട്രേഷൻ ഓഫ് സാൾട്ടിനെ വിളിക്കുന്ന പേരാണ് സോളിബിലിറ്റി. സോളിബിലിറ്റി ഈസ് ദി കോൺസെൻട്രേഷൻ ഓഫ് സാൾട്ട് ഡിസോൾവ്ഡ് അറ്റ് സാച്ചുറേഷൻ. സാച്ചുറേറ്റഡ് കണ്ടീഷനിലുള്ള കോൺസെൻട്രേഷൻ സോളിബിലിറ്റി എന്ന് വിളിച്ചാൽ അതിനെ നമ്മൾ എസ് ആയിട്ട് ഡിനോട്ട് ചെയ്താൽ ഇഫ് എസ് ഇസ് ഗ്രേറ്റർ ദാൻ 0.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾ പെർ ലിറ്റർ ഓർ മോളാർ 0.1 എമ്മിനേക്കാൾ കൂടുതലാണ് സോളിബിലിറ്റിയുടെ വാല്യൂ എങ്കിൽ വി വിൽ കോൾ ദി സാൾട്ട് ആസ് സോള്യുബിൾ സാൾട്ട്. എന്നാൽ സപ്പോസ് എസ് ഇസ് ലെസ് ദാൻ 0.1 ബട്ട് ഗ്രേറ്റർ ദാൻ 0.01 അത്തരത്തിലുള്ള സാൾട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ലൈറ്റ്ലി സോള്യുബിൾ സാൾട്ട്സ്. അപ്പൊ സോള്യുബിൾ സാൾട്ട്, സ്ലൈറ്റ്ലി സോള്യുബിൾ സാൾട്ട്. ഇനി വരുന്നതാണ് ലെസ് ദാൻ 0.01. അഗെയിൻ എല്ലാം മോൾ പെർ ലിറ്റർ ഓർ മോളാറിലാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള സാൾട്ടിനെ സ്പെയറിംഗ്ലി സോളിബിൾ സാൾട്ട് എന്നാണ് വിളിക്കാറ്. ചില ആൾക്കാർ ഇതിനെ ഇൻസോളിബിൾ എന്ന് വിളിക്കാറുണ്ട്. എന്ന ആൾക്കാർക്ക് കാര്യം മനസ്സിലാവും. പക്ഷെ പെർഫെക്റ്റ് ടെർമിനോളജി ഇസ് സ്പെയറിംഗ്ലി സോളിബിൾ സാൾട്ട്. സോ സാൾട്ട് വിച്ച് ഹാസ് സോളിബിലിറ്റി വാല്യൂ ലെസ് ദാൻ 0.01 മോൾ പെർ ലിറ്റർ is called as sparingly soluble salts.
എങ്കിൽ നമ്മൾ ഇവിടെ കാണാൻ പോകുന്നതെല്ലാം സ്പെയറിംഗ്ലി സോളിബിൾ സാൾട്ട്സ് ആണ്. എന്നാൽ ആ കാര്യത്തിലേക്ക് വരുന്നതിന് മുന്നേ ഒരു ചെറിയൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ആ ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ കാണുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻ ഇല്ലാത്ത സാഹചര്യത്തിലുള്ള ഇക്വിലിബ്രിയം. അതിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കാണേണ്ടത് സോളിബിലിറ്റി ഓഫ് സോളിഡ്സ് ഇൻ ലിക്വിഡ്സ്. അതാണ് നമുക്കിപ്പോ വേണ്ടത്. സോളിബിലിറ്റി ഓഫ് സോളിഡ്സ് ഇൻ ലിക്വിഡ്സ്. ലിക്വിഡ്സിൽ സോളിഡ്സ് ഡിസോൾവ് ആവുമ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഇക്വിലിബ്രിയത്തിനെ ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാൽ അവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഫോർ എക്സാമ്പിൾ യു ആർ ഡിസോൾവിങ് ഷുഗർ ഇൻ വാട്ടർ. അപ്പൊ ഷുഗർ ഇൻ വാട്ടർ ഡിസോൾവ് ചെയ്യുമ്പോൾ ഷുഗർ ഇൻ സോളിഡ് സ്റ്റേറ്റ് is undergoing conversion to form sugar in aqueous medium. ഈ പറഞ്ഞ കാര്യം മനസ്സിലാക്കിയാലേ മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ. കാരണം എല്ലാവർക്കും മനസ്സിൽ തോന്നുന്ന ഒരു സംശയമാണ് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പറയാൻ പോകുന്നത്. ആ സംശയം ക്ലിയർ ആവണമെങ്കിൽ ഈ പാട്ട് മനസ്സിലാവണം. എങ്കിൽ ഷുഗർ ഇൻ സോളിഡ് സ്റ്റേറ്റ് ചേഞ്ചിങ് ടു ഷുഗർ ഇൻ aqueous medium. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇഫ് യു ആർ ഡിസോൾവിങ് ഷുഗർ ഇൻ എ ലിക്വിഡ്, ഫോർ എക്സാമ്പിൾ വാട്ടർ ഓർ മിൽക്ക്, ആ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര ഷുഗർ വേണമെങ്കിലും ഡിസോൾവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. there is a condition called as saturation. ആ saturated condition എത്തിയാൽ further dissolution of salt or in this case sugar is not possible. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, this reaction is not an irreversible reaction, it is a reversible reaction. എന്നാലേ റിയാക്ഷൻ പാതി വെച്ചിട്ട് നിൽക്കുള്ളൂ, എന്നാലേ ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നുള്ളൂ. സപ്പോസ് എടുക്കുന്ന ഷുഗർ മൊത്തമായിട്ട് അക്വസ് മീഡിയത്തിലേക്ക് കൺവേർട്ട് ആയിട്ടുവെങ്കിൽ ഐ വിൽ സേ ഇറ്റ് ഈസ് ആൻ ഇർറിവേഴ്സിബിൾ റിയാക്ഷൻ. എന്നാ അവിടെ ഇൻ ബിറ്റ്വീൻ സാച്ചുറേറ്റഡ് കണ്ടീഷൻ ഉണ്ടാവുന്നതുകൊണ്ട് ഞാൻ പറയും there exists an equilibrium. Since there exists an equilibrium, it has to be a reversible reaction. അപ്പൊ ഇത്തരത്തിലുള്ള ഒരേ റിയാക്ടന്റ് രണ്ട് സൈഡിലും ഉണ്ട് എന്ന ഫിസിക്കൽ സ്റ്റേറ്റ് മാത്രമേ മാറുന്നുള്ളൂ. That is why it is classified as a physical equilibrium. ആ ഫിസിക്കൽ ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഷുഗർ ഇൻ സോളിഡ് സ്റ്റേറ്റും ഷുഗർ ഇൻ അക്വസ് മീഡിയവും തമ്മിൽ ഒരു ഫിസിക്കൽ ഇക്വിലിബ്രിയം ഉണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇത് നമുക്ക് ആവശ്യമുണ്ട്. എന്നാ let's consider a sparingly soluble salt. Suppose for example, common ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എക്സാമ്പിൾ ആണ് AgCl. AgCl എന്ന് പറയുന്നത് സ്പെയറിംഗ്ലി സോളിബിൾ സാൾട്ട്. സ്പെയറിംഗ്ലി സോളിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിബിലിറ്റി വളരെ കുറവാണ്. S is less than 0.01. എന്നാൽ എക്സ് എന്താ വരുന്നത് നമുക്ക് ഒരു പ്രോബ്ലം വെച്ച് കുറച്ച് ഇനി കാണാം. തൽക്കാലം മനസ്സിലാക്കി വെക്കുക. സ്പെയറിംഗ്ലി സോളിബിൾ സാൾട്ട് AgCl. അവിടെ വരുന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AgCl നമ്മൾ സോളിഡ് ആയിട്ട് എഴുതും, എന്നിട്ട് ഇപ്പുറത്തെ Ag പ്ലസ് Cl മൈനസ് എഴുതും, എന്നിട്ട് ഇവിടെ ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, പലരും ചിന്തിക്കാത്തൊരു കാര്യമാണ്. സോൾട്ട് എന്ന് പറയുന്നത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. ഇറ്റ് അണ്ടർഗോസ് 100% ionization. Then why is there a reversible reaction in between? എന്തുകൊണ്ട് അവിടെ റിവേഴ്സിബിൾ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തു? ആ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിനെ പറ്റി സംസാരിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ let's assume AgCl, let's assume അല്ല, it's actually a strong electrolyte, therefore it has to undergo complete ionization. പക്ഷേ ഈ ഡയറക്റ്റ് ആയിട്ട് Ag പ്ലസ് പ്ലസ് Cl മൈനസ് എന്ന് എഴുതാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? ഇറ്റ് ഈസ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഹാപ്പൻസ് ഈസ് AgCl നിങ്ങൾ സോളിഡ് സ്റ്റേറ്റിൽ അക്വസ് മീഡിയത്തിലേക്ക് ആഡ് ചെയ്താൽ ഇൻ അക്വസ് മീഡിയം ഇറ്റ് ഗെറ്റ്സ് കൺവേർട്ടഡ് ടു AgCl ഇൻ അക്വസ് മീഡിയം. ഇവിടാണ് ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നത്. AgCl in solid state ഇട്ടാൽ it will not undergo complete dissolution because it is a sparingly soluble salt. It undergoes partial dissolution, partially dissolve ആവുള്ളൂ. അതുകൊണ്ടാണ് ഒരു ഫിസിക്കൽ ഇക്വിലിബ്രിയം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ പറയും AgCl എന്ന് പറയുന്ന അക്വസ് മീഡിയത്തിലുള്ള സാൾട്ട് will undergo complete dissociation to form Ag plus plus Cl minus in aqueous medium. aqueous medium Ag plus Cl minus ആയിട്ട് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും. അതുകൊണ്ടാണ് AgCl in aqueous medium പകരം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് Ag plus Cl minus എഴുതാം. കാരണം ഡിസോൾവ് ആയ AgCl in aqueous medium ആയിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് AgCl ആയിട്ട് എക്സിസ്റ്റ് ചെയ്യില്ല. Then it gets converted to Ag plus and Cl minus. That is why ഈ രണ്ട് റിയാക്ഷൻസ് നമ്മൾ ക്ലബ് ചെയ്തിട്ട് എഴുതും AgCl in solid state
reversibly changes to Ag plus plus Cl minus. അപ്പൊ ചിലർക്ക് തോന്നുന്ന ഡൗട്ടാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിട്ടും എന്തുകൊണ്ട് റിവേഴ്സിബിൾ റിയാക്ഷൻ വന്നു? ബിക്കോസ് ഓഫ് ദി ഫസ്റ്റ് സ്റ്റെപ്പ്, ബിക്കോസ് ഓഫ് ദി ഫിസിക്കൽ ഇക്വിലിബ്രിയം എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ സോളിഡ് സ്റ്റേറ്റ് ആൻഡ് അക്വസ് മീഡിയം. ആ ഒരു കോൺസെപ്റ്റ് നിർബന്ധമായും മനസ്സിലാക്കണം, അല്ലാതെ മുന്നോട്ട് നീങ്ങേണ്ട കാര്യമില്ല. സോ ദാറ്റ് ഈസ് വൈ there exists a physical equilibrium between solid state and aqueous medium. In aqueous medium it undergoes complete dissociation to form Ag plus plus Cl minus. എങ്കിൽ ഈ രണ്ട് സ്റ്റെപ്സും കൂടി ഒരുമിച്ച് ഉൾപ്പെടുത്തിയിട്ട് ഞാൻ എന്താ ഇവിടെ റിയാക്ഷൻ എഴുതാൻ പോവാ. AgCl converts to Ag plus in aqueous medium plus Cl minus in aqueous medium. ഇനി ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഞാൻ എഴുതാൻ പോവാം. സപ്പോസ് ഇറ്റ് ഈസ് Kc. Kcയുടെ വാല്യൂ എഴുതി കഴിഞ്ഞാൽ it becomes concentration of products raised to their power 1, concentration of next product Cl minus raised to the power 1 divided by AgCl concentration. എന്നാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് pure solids and pure liquids have constant concentration. Concentration value മാറാൻ പോകുന്നില്ല. സോളിഡ് സ്റ്റേറ്റിൽ പ്യുവർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, മറ്റൊന്നിലും ഡിസോൾവ് ആയിട്ടില്ലെങ്കിൽ, ഇറ്റ്സ് കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വാല്യൂ ആണ് ഡെൻസിറ്റി ബൈ മോളാർ മാസ്. അത് വെച്ചിട്ട് ചെയ്ത് നോക്കിയാൽ ഡെൻസിറ്റിയും കോൺസ്റ്റന്റ് ആണ്, മോളാർ മാസും കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ AgCl concentration has a constant value. എന്നാൽ ഈ കോൺസ്റ്റന്റ് വാല്യൂ Kcയുടെ കോൺസ്റ്റന്റ് വാല്യൂലേക്ക് ക്ലബ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. Kc into AgCl concentration is equal to Ag plus concentration into Cl minus concentration. This is a constant, this is also a constant. അതുകൊണ്ടാണ് ഈ രണ്ട് കോൺസ്റ്റന്റ്സിനെ കൂടി ക്ലബ് ചെയ്തിട്ട് നമ്മൾ എഴുതുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് Ksp. This Ksp is called as solubility product. Ksp is equated as Ag plus concentration into Cl minus concentration. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് നമ്മൾ ഇവിടെ 1 എഴുതുന്നു. Why is concentration of pure solid and liquid taken as 1? Because it is a constant value and its value is included in the equilibrium constant. Kc മാത്രമല്ല, അതിന്റെ കൂടെ കോൺസ്റ്റന്റ് കോൺസെൻട്രേഷന്റെ വാല്യൂ കൂടി ഉൾപ്പെടുത്തിയതുകൊണ്ടാണ് Ksp എഴുതുന്ന സമയത്ത് നമ്മൾ ഡിനോമിനേറ്ററിൽ ഒന്നും ഉൾപ്പെടുത്താത്തത്. സോ ദാറ്റ് ഈസ് വൈ Ksp is equal to concentration of Ag plus into Cl minus. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാൾട്ട് ആണ് നമ്മൾ കണ്ടത്. ഇനി മറ്റൊരു സാൾട്ട് നമുക്ക് കണ്ടു നോക്കാം. AgCl ആണ് ഇപ്പോൾ കണ്ടത്. Now let's consider HgCl2. HgCl2 consider ചെയ്യുകയാണെങ്കിൽ again HgCl2 is a sparingly soluble salt. In solid state it undergoes dissociation to form Hg plus Cl minus. എന്ന് എഴുതിയാൽ ശരിയാവോ? ഇല്ല, 2 Cl minus ഉണ്ടാവും. അങ്ങനെയാണ് 2 Cl minus ഉണ്ടെങ്കിൽ ഇവിടെയുള്ള Hg പ്ലസിന്റെ ചാർജ് എന്തായിരിക്കും? 2 പ്ലസ് ആയിരിക്കും. എന്നാലല്ലേ 2 Cl minusന്റെ ആവശ്യം വരുള്ളൂ. അപ്പൊ HgCl2 gives Hg2 plus plus 2 Cl minus എന്നുള്ള ഇക്വേഷനിലേക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള Ksp എഴുതി കഴിഞ്ഞാൽ Ksp is equal to Hg2 plus concentration into Cl minus concentration എന്ന് എഴുതിയാൽ മതിയോ? പോരാ. C raised to C എന്ന് പറഞ്ഞാൽ raised to 1, D raised to D. അവിടെയുള്ള D എന്ന് പറയുന്നത് 2 ആണ്. Therefore the correct equation is Ksp equal to Hg2 plus concentration into Cl minus concentration whole square. അപ്പൊ ഓക്കെ, ജസ്റ്റ് 2 എക്സാമ്പിൾ കണ്ടു എന്ന് മാത്രം. ഇനി നമുക്ക് സോളിബിലിറ്റിയിലേക്ക് വരാം. സോളിബിലിറ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ let solubility be S. Okay, നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട് solubility S എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. Solubility S ആണെങ്കിൽ what is S? S is the concentration of the sparingly soluble salt dissolved at equilibrium or under saturated condition. അങ്ങനെയാണെങ്കിൽ again AgCl കേസ് എടുക്കുകയാണെങ്കിൽ AgCl in solid state undergoes dissolution to form Ag plus and Cl minus. ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ when it reaches equilibrium AgCl concentration പറ്റി നമ്മൾ സംസാരിക്കില്ല, കാരണം AgCl concentration is taken as 1. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ എടുക്കുന്ന സമയത്ത് നമ്മൾ AgCl വെറുതെ എടുത്തിട്ടുള്ളൂ. ഇട്ട സമയത്ത് Ag പ്ലസും Cl മൈനസും ഇല്ല. എന്നാ ഇറ്റ് അണ്ടർഗോസ് ഡിസൊല്യൂഷൻ സംഭവിച്ചതിന് ശേഷം എത്ര വരെ Ag plus dissolve ആവും? up to what concentration will Ag plus and Cl minus dissolve? till S എന്ന് പറയുന്ന concentration. എന്തുകൊണ്ട് S എന്നാണ് concentration? because we define S as the concentration at equilibrium. Equilibrium എത്തുമ്പോൾ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? അതാണ് നമ്മൾ S ആയിട്ട് ഡിഫൈൻ ചെയ്തത്. So what is the concentration of Ag plus at equilibrium? S. What is the concentration of Cl minus at equilibrium? S. Initial concentration and concentration at equilibrium. അപ്പൊ ഈ രണ്ട് സിറ്റുവേഷൻസിലുള്ള കോൺസെൻട്രേഷൻസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ Ksp ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ Ksp equal to Ag plus concentration into Cl minus concentration
which is equal to Ag plus concentration at equilibrium is S, Cl minus concentration at equilibrium is also S. Therefore, Ksp is equal to S square. That is how you come upon the equation Ksp equal to S square. Therefore, S is equal to root of Ksp. ഇത്തരത്തിലുള്ള equation എല്ലാ സാൾട്ടിനും applicable ആണോ? അല്ല. അത് മനസ്സിലാക്കാൻ വേണ്ടി നേരത്തെ സെക്കൻഡ് എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. HgCl2. HgCl2 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ it undergoes dissolution to form Hg2 plus 2Cl minus. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ എസ് ആണ് ഡിസോൾവ് ആയതെങ്കിൽ ഇവിടെ 2s ഡിസോൾവ് ആയിട്ടുണ്ടാവും. Suppose 1 mole of HgCl2 dissolves, it gives 1 mole of Hg2 plus and 2 moles of Cl minus. That is why solubility S ആണെങ്കിൽ maximum dissolve ആവുന്ന amount S ആണെങ്കിൽ S ന് corresponding ആയിട്ട് ഇവിടെ Hg2 plus ന്റെ S concentration ഉണ്ടാവുമെങ്കിൽ Cl minus ന് corresponding ആയിട്ട് എത്ര ഉണ്ടാവും? 2s ഉണ്ടാവും. കാരണം each mole gives 2 moles of Cl minus. So S moles per liter will give 2s moles per liter of Cl minus. അവിടെ ആ Cl മൈനസിന് പകരം 2s എന്ന് കൊടുത്താൽ മാത്രം പോരാ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഇക്വേഷൻ തന്നെ മാറിക്കാണും. കാരണം Hg2 plus Cl minus concentration raised to 2. ഈ ഒരു 2 നെ പറ്റി എല്ലാവരും മറന്നു. 2 ഇവിടെ ഉൾപ്പെടുത്താൻ എല്ലാവരും ഓർക്കുമെങ്കിലും ഇവിടെ സ്ക്വയർ ആയിട്ട് 2 വരണം എന്നുള്ള കാര്യം എല്ലാവരും വിട്ടുപോകാറുണ്ട്. അത്തരത്തിൽ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ it becomes S into Cl minus concentration is 2s whole square. Therefore, it becomes S into 2s whole square is 4s cube. That is why S is equal to Ksp by 4. 4 നമ്മുടെ കൊണ്ടേ and S cube ആണ് Ksp by 4 എങ്കിൽ S എന്തായിരിക്കും? Cube root of Ksp by 4. അപ്പൊ ഇക്വേഷൻ പറഞ്ഞ വഴി മനസ്സിലാക്കുക. ഇനി ഇവിടെ എല്ലാ സാൾട്ട് എടുക്കുന്നതിനനുസരിച്ച് ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് കിട്ടുന്നത്. പക്ഷെ നമ്മൾ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുകയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ സാൾട്ടിന്റെയും Ksp-ന്റെയും S-ന്റെയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാന്ന് പറയുന്നത് അസാധ്യമല്ലേ? യെസ്, തീർച്ചയായും അസാധ്യമാണ്. ആരെ കൊണ്ടും പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ജനറലൈസ് ചെയ്ത് എഴുതാം. ലെറ്റ്സ് കൺസിഡർ സാൾട്ട് MpXQ. M എന്ന് പറയുന്ന കാറ്റയോണും X എന്ന് പറയുന്ന ആനയോണും എന്നാ ഉള്ളത് P ions of cation and Q ions of anion combine ചെയ്തിട്ടുണ്ടായ സാൾട്ട് ആണെങ്കിൽ in solid state undergoes dissociation to form. അവിടെ ഉണ്ടാവുന്നത് Mq minus ആയിരിക്കും. എങ്ങനെ കിട്ടും Mq minus? കാരണം നിങ്ങൾ എന്നൊന്ന് ആലോചിച്ചാൽ മതി. HgCl2 ഈ HgCl2 കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ 2 plus ചാർജ് എന്ന് പറയുന്നത് ഈ Cl-ന്റെ സബ്സ്ക്രിപ്റ്റ് ആണ്. ഈ സബ്സ്ക്രിപ്റ്റ് ആണ് ഇവിടെ ചാർജ് ആയിട്ട് വന്നത്. Hgന്റെ ഇവിടെയുള്ള സബ്സ്ക്രിപ്റ്റ് ആണ് Cl മൈനസിന്റെ ചാർജ് ആയിട്ട് വന്നത്. അങ്ങനെയാണെങ്കിൽ Mq മൈനസ് പ്ലസ് XP, സോറി ഇവിടെ Q പ്ലസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്, കാറ്റയോൺ ആണ് ഉദ്ദേശിച്ചത്, എന്നാ ഇവിടെ ആനയോൺ P മൈനസ്. അങ്ങനെയാണെങ്കിൽ എത്ര Mq പ്ലസ് ഉണ്ടാവും? P ടൈംസ് ഉണ്ടാവും. എത്ര XP mminus ഉണ്ടാവും? Q ടൈംസ് ഉണ്ടാവും. That is why I come upon the general formula. MpXQ gives PMQ plus in aqueous medium and QXP minus in aqueous medium. So ഇത്തരത്തിലുള്ള ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യാണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ Ksp ഇക്വേഷൻ എഴുതാൻ പോവാം. Ksp is equal to Mq plus concentration raised to P. കോഎഫിഷ്യന്റ് എഴുതാൻ മറക്കരുത്. into Xp minus concentration raised to Q. അങ്ങനെയാണെങ്കിൽ സപ്പോസ് S is the solubility at equilibrium 1 mole dissolve ആയാൽ P moles of Mq plus ഉണ്ടാവുമെങ്കിൽ S dissolve ആയ P into S അല്ലേ ഉണ്ടാവുക. അതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. ഓരോ മോൾ ഡിസോൾവ് ആവുമ്പോൾ P ടൈംസ് ദാറ്റ് amount ആണ് ഉണ്ടാവുന്നത്. ഓരോ മോളിന് P ഉണ്ടാവും, ഓരോ മോളിൽ ഇവിടെ Q ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ S മോൾസ് പെർ ലിറ്റർ ഡിസോൾവ് ആയ PS-ഉം QS-ഉം മോൾസ് പെർ ലിറ്റർ ആണ് ഓരോ അയോണും ഉണ്ടാവാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ MQ പ്ലസിന്റെ കോൺസെൻട്രേഷൻ ആറ്റ് ഇക്വിലിബ്രിയം can be taken as PS and the whole raised to P, and concentration of XP minus can be taken as QS and the whole raised to Q. In this situation, you can simplify it as P raised to P, Q raised to Q, S raised to P plus Q. This is the relation which is applicable for all salts on this entire universe. ഈ ലോകത്തുള്ള എല്ലാ സ്പെയറിംഗ് സോളിബിൾ സാൾട്സിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണത്. എന്നാ നിങ്ങളുടെ കയ്യിലുള്ള സപ്പോസ് യു ഹാവ് salt M2X3 നിങ്ങൾ എഴുതി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇത് P ആയാലും Q ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുത്താലും കുഴപ്പമില്ല. കാരണം P raised to P, Q raised to Q, S raised to P plus Q, അത് 2ഉം 3ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും 2 raised to 2, 3 raised to 3, S raised to 2 plus 3 ആയാലും 3 raised to 3, 2 raised to 2, S raised to 3 plus 2 ആയാലും സെയിം നമ്പർ സെയിം വാല്യൂ ആണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സപ്പോസ് P equal to 2
and Q equal to 3. Direct ആയിട്ട് നിങ്ങൾക്ക് equation എഴുതാതെ തന്നെ എഴുതാം. KSP equal to 2 raised to 2, 3 raised to 3, S raised to 2 plus 3. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഫോർമുല ആണിത്. ഇതിൽ ഏത് സാൾട്ട് വന്നാലും നിങ്ങൾ ജസ്റ്റ് അവിടെയുള്ള സബ്സ്ക്രിപ്റ്റ് നോക്കിയാൽ മതി. സബ്സ്ക്രിപ്റ്റ് നോക്കിയാൽ ഇമ്മീഡിയറ്റ്ലി യു കൻ കം അപ്പ് ഓൺ ദി റിയാക്ഷൻ ഇക്വേഷൻ. എങ്കിൽ ഇവിടെ വരുന്ന വാല്യൂ ആണ് 108 S raised to 5. 108 S raised to 5 ആണെങ്കിൽ S will be equal to 5th root of KSP divided by 108. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഈ 108 എവിടെ നിന്ന് 4 into 27. 4 into 27 ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് 108. 4 into 7 28. 8 plus 1 2 10. അപ്പോൾ 108 എന്ന വാല്യൂയിലേക്ക് എത്തി. That is how you find solubility KSP relation with respect to any salt. ഏത് സോൾട്ട് വന്നാലും നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. അതാണ് solubility product and solubility relation. Okay. ഇനി മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ നമുക്ക് കാണേണ്ട മറ്റൊരു വ്യക്തിയാണ്. യെസ്, നിങ്ങൾ കണ്ടിട്ടുണ്ട് Q എന്ന് പറയുന്ന റിയാക്ഷൻ ക്വോഷ്യൻ. ഈ Q എന്ന് പറഞ്ഞ റിയാക്ഷൻ ക്വോഷ്യൻ വിത്ത് റെസ്പെക്ട് ടു സോളിബിലിറ്റി പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മൾ QSP എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇറ്റ് ഈസ് കോൾഡ് ആസ് അയോണിക് പ്രോഡക്റ്റ് ഓഫ് സാൾട്ട്. അയോണിക് പ്രോഡക്റ്റ് ഓഫ് ദിസ് സാൾട്ട് ഇക്വേഷൻ എഴുതിയ എന്താ വരിക? യെസ്, എക്സാക്ട്ലി. ഇഫ് യു ആർ കൺസിഡറിംഗ് MPXQ സെയിം ജനറൽ salt, then it becomes PXQ plus QXP minus again QSP equation PS whole raised to P and QS whole raised to Q. അഥവാ P raised to P. Sorry, ഇവിടെ solubility direct ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാ? at equilibrium ആണെന്ന് നമുക്ക് ഉറപ്പില്ല. ഈക്വിലിബ്രിയത്തിലാണെങ്കിൽ മാത്രമേ എസ് എന്ന് പറഞ്ഞ സോളിബിലിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ ഇക്വേഷൻ ആദ്യം കണ്ട ഇക്വേഷനിലേക്ക് തിരിച്ചു പോവാം. XQ plus concentration raised to P and ഇവിടെ എഴുതിയാൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. M ആണ് ഞാൻ ഉദ്ദേശിച്ചത്. MQ plus ആണ്. അപ്പോൾ ഇവിടെ MQ plus concentration raised to P and XP minus concentration raised to Q. ഇത്തരത്തിലുള്ള ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ it is exactly similar to KSP equation, but the only difference is it can be at equilibrium, it may or may not be at equilibrium. Equilibrium ഇക്വിലിബ്രിയത്തിലാവാതിരിക്കാം. Therefore QSP equation നമ്മൾ എഴുതി. എന്നാൽ നമ്മളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ ഇത്തരത്തിലായിരിക്കും. Which of the following will undergo saturation if such and such concentration of salt is anion and cation is added? What happens? Will it undergo saturation or not? Will it undergo dissolution or will it undergo saturation? അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ QSP വാല്യൂ കണ്ടുപിടിക്കണം. അറ്റ് എ പർട്ടിക്കുലർ സിറ്റുവേഷൻ നിങ്ങളോട് MQ പ്ലസിന്റെയും XP മൈനസിന്റെയും കോൺസെൻട്രേഷൻ വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വെദർ ഇറ്റ് വിൽ അണ്ടർഗോ ഡിസൊല്യൂഷൻ or undergo saturation. ആ സിറ്റുവേഷനിൽ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ആരൊക്കെയാണ്? യെസ്, KSP and QSP. KSP കമ്പയർ ചെയ്യുകയാണെങ്കിൽ സപ്പോസ് QSP is greater than KSP. QSP greater than KSP ആണെങ്കിൽ നേരത്തെ നമ്മൾ സംസാരിച്ചതിനെ പറ്റി Q greater than K ആണെങ്കിൽ in order to bring Q value towards KSP കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് കുറയ്ക്കണം, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് കൂട്ടണം. അതുകൊണ്ട് തന്നെ ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യും? ബാക്ക്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്ത അയോൺസ് വിൽ കമ്പൈൻ ടു ഫോം സോളിഡ് സാൾട്ട്. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ്, ബാക്ക്വേർഡ് റിയാക്ഷന്റെ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് precipitation. Ions combine to form solid ആയിട്ടുള്ള salt. This process is called as precipitation. എങ്കിൽ സപ്പോസ് QSP is less than KSP less than KSP ആണെങ്കിൽ എന്താണ്ടാവുക? QSPന്റെ വാല്യൂ കൂട്ടണം. സിസ്റ്റം ആഗ്രഹിക്കുന്നത് QSPയുടെ വാല്യൂ കൂട്ടിയിട്ട് KSPയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. QSPയുടെ വാല്യൂ എങ്ങനെ കൂട്ടാൻ പറ്റും? പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ കൂട്ടണം, റിയാക്ഷൻ കോൺസെൻട്രേഷൻ കുറയ്ക്കണം. പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ കൂട്ടിയിട്ട് റിയാക്ഷൻ കോൺസെൻട്രേഷൻ കുറയ്ക്കണമെങ്കിൽ ഫോർവേഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണം. Therefore equilibrium is attained in the forward reaction. This process is called solid ആയിട്ടുള്ള സാധനം dissolved ആയിട്ട് ions form ചെയ്യുകയാണെങ്കിൽ this process can be called as dissolution. So what occurs? Dissolution occurs. എന്നാ പറയേണ്ട ആവശ്യമില്ല എങ്കിലും QSP equal to KSP ആണെങ്കിൽ it will be at saturated condition. Okay, so these are the conditions. അങ്ങനെയാണെങ്കിൽ for precipitation necessary condition എന്താണ്? Necessary condition.
What is the necessary condition? Yes, precipitation occur ചെയ്യണമെങ്കിൽ QSP should be greater than KSP, less than IID solution, equal to angle saturation. Only precipitation occurring under QSP greater than KSP. Therefore, for precipitation to occur, necessary condition is QSP should be greater than KSP. QSP should be greater than KSP. So the necessary condition for precipitation is QSP should be greater than KSP. Okay, ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് കാണാൻ പറ്റും. എങ്കിൽ നമുക്ക് പഴയ എക്സാമ്പിളിലേക്ക് തിരിച്ചു പോകാം. ലെറ്റ്സ് കൺസിഡർ AgCl. AgClന്റെ KSP വാല്യൂ ഇസ് എക്സാക്ട്ലി 1.8 into 10⁻⁻10. പക്ഷെ നമ്മൾ ഇപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് 1 into 10⁻⁻10 ആയിട്ട് എടുക്കാൻ പോവാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ AgCl KSP equal to 1 into 10⁻⁻10. Which of the following will precipitate? Which of the following will precipitate AgCl? ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഈ കാണുന്ന ഓപ്ഷൻസിൽ ഏതിലാണ് AgCl precipitate ആവുക എന്നുള്ളതാണ് ചോദ്യം. KSP വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. KSP equal to 1 into 10⁻⁻10. ഈ ഒരു സിറ്റുവേഷനിൽ Ag plus concentrations and Cl minus concentrations are given as a set of 4 options. Suppose AgCl concentration is 10⁻⁻6 and Cl minus concentration is 10⁻⁻6. Suppose it is 10⁻⁻5, 10⁻⁻6, or 10⁻⁻6, 10⁻⁻5, or 10⁻⁻5, 10⁻⁻5. 4 ആയിക്കോട്ടെ, 10⁻⁻4, 10⁻⁻5. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സിറ്റുവേഷനിൽ KSP is equal to 10⁻⁻6 into 10⁻⁻6 is 10⁻⁻12. QSP is equal to, sorry, KSP value fixed ആണ് 1 into 10⁻⁻10. KSP depends only on temperature. Equilibrium constant depends only on temperature. Temperature മാത്രം ഡിപെൻഡ് ചെയ്യുന്ന ആളായതുകൊണ്ട് ഏത് കോൺസെൻട്രേഷൻ ഓഫ് Ag plus Cl minus എടുത്താൽ KSP വാല്യൂ ഫിക്സ്ഡ് ആണ്. ആകെ മാറുന്നത് QSP വാല്യൂ ആണ്. QSP വാല്യൂ കണ്ടുപിടിക്കാൻ QSP equation is QSP equal to concentration of Ag plus into concentration of Cl minus. At which situation? Any situation. ഏത് സിറ്റുവേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 10⁻⁻6, 10⁻⁻6. Therefore 10⁻⁻12 greater than KSP. Greater than KSP ആണെങ്കിൽ precipitation സംഭവിക്കൂലേ? Will not എന്നാക്കാം. എന്നാലേ ക്വസ്റ്റ്യൻ കറക്റ്റ് ആവുള്ളൂ. 10⁻⁻5 into 10⁻⁻6. Sorry. നോട്ട് ഒന്നാക്കണ്ട. എങ്കിൽ ഇവിടെ 10⁻⁻12 KSP യുടെ വാല്യൂ 10⁻⁻10 ആണെങ്കിൽ which is greater. ഇവിടെ ചെറിയ പ്രശ്നം പറ്റിപ്പോയി. 12 ഉം 10 ഉം കമ്പയർ ചെയ്യുമ്പോൾ 12 ആണ് ഗ്രേറ്റർ വാല്യൂ എങ്കിലും മൈനസ് ആയതുകൊണ്ട് QSP യുടെ വാല്യൂ ലെസ് ദാൻ KSP ആണ്. Therefore QSP ലെസ് ദാൻ KSP ആയാൽ precipitation സംഭവിക്കോ? ഡിസൊല്യൂഷൻ ആണ് സംഭവിക്കുക. ഇവിടെ വന്നാലോ QSP equal to 10⁻⁻11 which is less than KSP which is equal to 10⁻⁻10. precipitation നടക്കോ? ഇല്ല. ഇവിടെ നോക്കിയാലും 10⁻⁻11 which is less than KSP equal to 10⁻⁻10. Again, last situation നോക്കുകയാണെങ്കിൽ QSP equal to 10⁻⁻9 which is greater than the value 10⁻⁻10. അപ്പോൾ ഒറ്റ സിറ്റുവേഷനിൽ മാത്രമാണ് QSP യുടെ വാല്യൂ greater than KSP വരുന്നത്. അവിടെ മാത്രമേ precipitation നടക്കുള്ളൂ. In remaining situations it will undergo dissolution. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. Just compare QSP and KSP values or ionic product and solubility product. എങ്കിൽ ഇവിടെ കയറി വരുന്ന മറ്റൊരു ടൈപ്പ് പ്രോബ്ലം ആണ് കോമൺ അയൺ എഫക്ട്. കോമൺ അയൺ എഫക്റ്റും സോളിബിലിറ്റി പ്രോഡക്റ്റും കൂടി ക്ലബ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദി സോളിബിലിറ്റി ഓഫ്? കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വാട്ട് ഈസ് ദി സോളിബിലിറ്റി ഓഫ് AgCl? KSP equal to 10⁻⁻10. In first sub question, pure water. Second sub question, 0.1 molar HCl solution. അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബുക്കും പേപ്പറായിട്ട് റെഡി ആയിട്ടുള്ള ആൾക്കാരുടെ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കൂ. എങ്കിൽ പ്യുവർ വാട്ടർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പ്യുവർ വാട്ടർ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ AgCl in solid state undergoes dissolution to form Ag plus plus Cl minus. എങ്കിൽ solubility S ആണെങ്കിൽ dissolve ആയത് S. എങ്കിൽ KSP equal to 10⁻⁻10 which is equal to S square. How do you find solubility? S is equal to root of 10⁻⁻10 which is equal to 10⁻⁻5
mol pilot. So solubility S കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആയിട്ട് പറ്റും. In pure water കോംപ്ലിക്കേഷൻ വരുന്നത് 0.1 മോളാർ HCl സൊല്യൂഷനിലാണ്. 0.1 മോളാർ HCl സൊല്യൂഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇനി പാർട്ട് 2 ലേക്ക് നീങ്ങാം. പാർട്ട് 2 ൽ നോക്കുകയാണെങ്കിൽ സോളിബിലിറ്റി എസ് ആണെങ്കിൽ Ag പ്ലസ് കോൺസെൻട്രേഷനും Cl മൈനസ് കോൺസെൻട്രേഷനും ഇനീഷ്യലി രണ്ടും സീറോ ആണോ? നേരത്തെ ഇനീഷ്യലി രണ്ടും സീറോ ആയിരുന്നു. പക്ഷെ ഇപ്പൊ Ag പ്ലസ് കോൺസെൻട്രേഷൻ ഇല്ല എങ്കിലും 0.1 മോളാർ HCl എടുത്താൽ HCl undergoes complete dissociation to form H plus plus Cl minus. ഇവിടെ നിങ്ങൾ എടുക്കുന്നത് 0.1 ആണെങ്കിൽ it becomes 0.1 H plus and 0.1 Cl minus. Strong electrolyte undergoes complete dissociation. അതുകൊണ്ട് തന്നെ Cl minus initially zero അല്ല. It already in the solution has 0.1 molar. അപ്പോൾ 0.1 molar Cl minus ആണ് initially ഉള്ളത് എങ്കിൽ at equilibrium if S is the solubility എത്ര Ag plus ഉണ്ടായിട്ടുണ്ടാവും? S ഉണ്ടാവും. എന്നാൽ Cl minus എത്ര ഉണ്ടായിട്ടുണ്ടാവും? S ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഓൾറെഡി അവിടെ എത്ര ഉണ്ട്? 0.1. Therefore Ag plus concentration S, Cl minus concentration is 0.1 plus S. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിക്കോ, ഇവിടെ നടന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കോമൺ അയോൺ എഫക്ട്. ഈ കാണുന്ന വീക്ക് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലും ബിക്കോസ് ഓഫ് ദി ഫിസിക്കൽ ഇക്വിലിബ്രിയം ദേർ എക്സിസ്റ്റഡ് ഇക്വിലിബ്രിയം. അപ്പൊ ആ ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള കോമൺ അയോൺ ഉള്ള ഒരു ആശയം വന്നാൽ എന്താ ഉണ്ടാവുക? ബാക്ക്വേർഡ് ഡയറക്ഷൻ റിയാക്ഷൻ will occur. This is called as common ion effect. In English we say the suppression of dissociation due to the presence of a strong electrolyte. Weak equilibrium ഉണ്ടാവുന്ന suppression of dissociation due to presence of a strong electrolyte. പക്ഷെ ഇവിടെ weak electrolyte അല്ല എങ്കിലും there exists an equilibrium because of the common ion. It undergoes backward reaction. Therefore solubility decreases. Backward direction reaction ഉണ്ടായതിന്റെ അർത്ഥം എന്താ? dissolve ആയ Cl minus Ag plus react ചെയ്തിട്ട് backward direction shift ഉണ്ടായാൽ solubility കുറഞ്ഞു എന്നാണ് അർത്ഥം. നേരത്തെ കിട്ടിയ solubility എത്രയായിരുന്നു? 10⁻⁵. നിർബന്ധമായും ഉറപ്പായും മനസ്സിലാക്കാം ഈ കാണാൻ പോകുന്ന S will be less than 10⁻⁵. ഉറപ്പല്ലേ? കാരണം കോമൺ അയോൺ എഫക്ട് കാരണം ബാക്ക്വേർഡ് ഡയറക്ഷൻ ആണ് ഷിഫ്റ്റ് ഉണ്ടായത്. ബാക്ക്വേർഡ് ഡയറക്ഷൻ ഷിഫ്റ്റ് ഉണ്ടായതുകൊണ്ട് ഈ കാണുന്ന Cl മൈനസിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞിട്ടുണ്ടാവും. Therefore S currently is less than 10⁻⁵. നേരത്തെ 10⁻⁵, ഇപ്പൊ അതിനേക്കാൾ കുറഞ്ഞു എങ്കിൽ ഞാൻ പറയും 0.1 plus 10⁻⁵ ആയിരുന്നു എങ്കിൽ 10⁻⁵ can be written as 0.001. ഇതിലേക്ക് ആഡ് തന്നിട്ടുണ്ടാവുന്ന 0.0001. ഇതിനടോ അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് 0.1 ആക്കി എടുത്തുവിടോ. പ്രശ്നമുണ്ടോ? അവിടെ 10⁻⁵ ആയിരുന്നെങ്കിൽ ഇതാ അവസ്ഥ. ലെസ് ദാൻ 10⁻⁵ ആണെങ്കിൽ ഉറപ്പായും എനിക്ക് എന്ത് പറയാം? ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.1. കാര്യം മനസ്സിലായോ? സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൽ നിന്നും ഉണ്ടായ Cl മൈനസ് കോൺസെൻട്രേഷനെ അപേക്ഷിച്ച് ഈ കാണുന്ന സ്പെയറിംഗ് സോളിബിൾ സാൾട്ടിൽ നിന്നും ഉണ്ടായ Cl മൈനസ് കോൺസെൻട്രേഷൻ ഈസ് negligible. Therefore, you can take it approximately as 0.1. Yes, absolutely correct. എങ്കിൽ ഞാൻ പറയും KSPയുടെ QSPയുടെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ QSP അല്ല നമുക്കിപ്പോ വേണ്ടത് KSPയുടെ വാല്യൂ. KSPയുടെ വാല്യൂ എഴുതുകയാണെങ്കിൽ KSP ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് Ag പ്ലസ് കോൺസെൻട്രേഷൻ ഇൻറ്റു Cl minus concentration. Concentration at equilibrium of Ag plus is S into actually വരേണ്ടത് 0.1 plus S ആണെങ്കിലും നമ്മൾ അപ്രോക്സിമേറ്റ്ലി എന്തായിട്ട് എടുക്കും? 0.1 ആയിട്ട് എടുക്കും. Therefore it can be written as 0.1 into S. 0.1 into S. ആ സമയത്ത് KSPയുടെ വാല്യൂ മാറുമോ? ഇവിടെ കോമൺ ആയിട്ടുള്ള ഒരു അയോൺ ഉള്ള ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഉപയോഗിച്ചു എന്ന് കരുതി KSPയുടെ വാല്യൂ മാറാൻ പോകുന്നുണ്ടോ? നെവർ. KSP only depends on temperature. ടെമ്പറേച്ചറിനെ മാത്രം ഡിപെൻഡ് ചെയ്യുന്ന KSPയുടെ വാല്യൂ ഈ സാഹചര്യത്തിൽ മാറിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. എങ്കിൽ this is equal to 10⁻⁻10. Therefore S is equal to 10⁻⁻10 divided by 0.1 എന്നാണ് 10⁻⁻1. Therefore solubility is 10⁻⁹. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം. നേരത്തെ solubility was 10⁻⁵. Now it is 10⁻⁹. Therefore it has decreased. Solubility decreases due to the presence of a common ion. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കാം, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ സോളിബിലിറ്റി പ്രോഡക്റ്റിന്റെ ഏകദേശം കുറച്ച് തിയറി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. നീറ്റിന് മുന്നേ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. First question. ബുക്ക് ഉണ്ടെങ്കിൽ എഴുതാൻ തുടങ്ങിക്കോ. കോൺസെൻട്രേഷൻ ഓഫ് Ag പ്ലസ് ions in a saturated solution. In a saturated solution of Ag2C2O4. Ag2C2O4 is 2.2
into 10 raised to minus 4. Okay. എങ്കിൽ solubility product. The solubility product of Ag2 C2O4 is option A 2.42 into 10 raised to minus 8. Option B 2.66 into 10 raised to minus 12. Option C 4.5 into 10 raised to minus 11. Option D 5.3 into 10 raised to minus 12. ഇത് നീറ്റ് 2017 ചോദിച്ച ചോദ്യമാണ്. എങ്കിൽ ഇവിടെ എ ജി പ്ലസ് കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. ആ എ ജി പ്ലസ് കോൺസെൻട്രേഷൻ ഇപ്പൊ Ag2 C2O4 എഴുതിയാൽ it becomes Ag plus C2O4 2 മൈനസ് ആയതാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇതറിയില്ലെങ്കിൽ ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. Agന്റെ സബ്സ്ക്രിപ്റ്റ് 2 ആണെങ്കിൽ അതായിരിക്കും ഇവിടെ പവർ ആയിട്ട് വരാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ 2 Ag പ്ലസ് ഉണ്ടാവും എന്നുള്ളതിൽ സംശയമില്ല. എങ്കിൽ സപ്പോസ് സോളിബിലിറ്റി S എങ്കിൽ ഇവിടെ 2s ഉണ്ടാവും, ഇവിടെ s ഉണ്ടാവും. Therefore Ksp is equal to 2s whole square into s raised to 1. Therefore it can be written as 4s cube, which is 4 into s cube 2.2 into 10 raised to minus 4 cube. 2.2 into 2.2 ചെയ്യാമെങ്കിൽ you will get 4444, which will be 484 into 2.2 cube എടുത്തു കഴിഞ്ഞാൽ 2 8 16 8 9 968 968 8 14 16 10648 എന്ന 4.84 അവിടെ പോയിന്റ് ഉണ്ടായിരുന്നു. 2.2 ആയിട്ട് 10.648. എന്റെ ക്ലാസ്സിൽ ഇരുന്ന സ്റ്റുഡൻസ് വേണമെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് ഒന്നും അത്ര സിമ്പിൾ ആയിട്ട് ചെയ്യാറില്ല. കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് മാത്രമേ ചെയ്യാറുള്ളൂ എന്ന് എന്റെ സ്റ്റുഡൻസിന് അറിയാം. അതുകൊണ്ട് തന്നെ ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഈ കാൽക്കുലേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയാൻ ഞാനൊന്ന് കാൽക്കുലേറ്റർ അടിച്ചു നോക്കി. Yes, it is correct. 10.648. 10.648. Solubility product of Ag2 C2O4 കണ്ടുപിടിച്ച് നോക്കുമ്പോൾ യെസ് നമ്മൾ കണ്ടുപിടിച്ചത് Ksp ആണ്. എങ്കിൽ Ag പ്ലസ് കോൺസെൻട്രേഷൻ ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. എന്താ ചെയ്തത്? ഇവിടെ 2s ആണ്. Ag പ്ലസ് കോൺസെൻട്രേഷൻ ആണ് തന്നത്, 2s ആണ് തന്നത്. എങ്കിൽ ഇവിടെ കാണുന്ന 2sന് പകരം 2s is equal to യെസ് കോൺസെൻട്രേഷൻ ഓഫ് Ag പ്ലസ് ആണ് തന്നത് 2.2 into 10 raised to minus 4. അങ്ങനെയാണെങ്കിൽ s is equal to 1.1 into 10 raised to minus 4. വളരെ ചെറിയ മിസ്റ്റേക്ക് പറ്റിയാലും വളരെ തെറ്റായ ആൻസർ കിട്ടി. ആ ആൻസർ ഓപ്ഷൻസിൽ ഇല്ലാത്ത നമ്മുടെ ഭാഗ്യം. എങ്കിൽ ആ 1.1 into 10 raised to minus 4 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 4s ക്യൂബിന് പകരം 1.1 into 10 raised to minus 4 whole cube into 4. അപ്പൊ 1.1 into whole cube എടുത്തു കഴിഞ്ഞാൽ it becomes yes 1.1 into 1.1 into 1.1 equal to 1.331 into 4 into 10 raised to minus 12. 1.3331 into 4 ചെയ്താൽ 5.324. അവ ശ്രദ്ധിക്കുക. യെസ് നിങ്ങൾക്ക് തെറ്റ് പറ്റാനുള്ള സാഹചര്യം കൂടി ഞാൻ കാണിച്ചു തന്നു. അതല്ലേ യഥാർത്ഥ ടീച്ചർ. യെസ് ഒരു മിസ്റ്റേക്ക് എവിടെയൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് കാണിച്ചു തരാൻ കൂടി ഒരു ടീച്ചർ ആവശ്യമുണ്ട്. എങ്കിൽ ഞാനിപ്പോ കാണിച്ചു തന്നു എവിടെയാണ് മിസ്റ്റേക്ക് വരാൻ പോകുന്നത്. യെസ് Ag പ്ലസ് കോൺസെൻട്രേഷൻ ആണ് തന്നിരിക്കുന്നത്, എന്നാൽ എസ് അല്ലാതെ 2s ആണെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വാല്യൂ തെറ്റും എന്ന് ഞാൻ കാണിച്ചു തന്നു. നിങ്ങളുടെ ഭാഗ്യം. ഇനി നിങ്ങൾ തെറ്റിക്കില്ലാന്ന് എനിക്ക് ഉറപ്പാണ്. Therefore correct answer is given in option B. Very good. അപ്പൊ നീറ്റ് 2017 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നമ്മളിപ്പോ കണ്ടത്. ഇനി നമുക്കൊരു ചോദ്യം കൂടി നോക്കാം. നീറ്റ് 2016 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് solubility of AgCl with solubility product Ksp 1.6 into 10 raised to minus 10 in 0.1 molar NaCl solution would be. ഇതിൽ
ഓപ്ഷൻസ് നോക്കിയാൽ തന്നെ ചിലരെങ്കിലും ഒറ്റടി ഉത്തരം പറയും 1.26 into 10 raised to minus 5, 1.6 into 10 raised to minus 9. യെസ്, ആൻസേഴ്സ് ഓൾറെഡി അവർ പറയാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഞാൻ സ്ക്രീനിൽ നോക്കുന്നില്ല എങ്കിലും എനിക്കറിയാം നിങ്ങൾ ആൻസേഴ്സ് പറയുന്നുണ്ട്. യെസ്, എക്സാക്ട്ലി. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നേരത്തെ ചെയ്ത കോൺസെപ്റ്റ് ഒന്ന് മനസ്സിൽ ധ്യാനിച്ചു നോക്കുക. എന്താ നമ്മൾ നേരത്തെ ചെയ്തത്? എ ജി പ്ലസ് പ്ലസ് സി എൽ മൈനസ് എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതിനു ശേഷം എ ജി സി എൽ ഗിവ്സ് എ ജി പ്ലസ് പ്ലസ് സി എൽ മൈനസ് എന്ന് എഴുതിയതിനു ശേഷം ഇവിടെ സോൾവിലിറ്റി എസ് ആണെങ്കിൽ ഇവിടെ ഇറ്റ് വിൽ ബി 0.1 പ്ലസ് എസ്. കാരണം എൻ എ സി എൽ 0.1 എടുത്താൽ ഇറ്റ് ബിക്കംസ് 0.1 പ്ലസ് ആൻഡ് 0.1 സി എൽ മൈനസ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഇവിടെ ഉണ്ടാവാൻ പോകുന്ന എസ് 0.1നേക്കാൾ വളരെ ചെറുതായതുകൊണ്ട് 0.1 എഴുതാം. Therefore KSP is equal to S into 0.1. Therefore S is equal to KSP യുടെ വാല്യൂ 1.6 into 10 raised to minus 10 ആണെങ്കിൽ divided by 0.1 which will be 1.6 into 10 raised to minus 9. ഇത് ചെയ്യാൻ അറിയാമെങ്കിൽ ഈ സ്റ്റെപ്പ് ഒന്ന് എഴുതാൻ ഒറ്റ നോട്ടത്തിൽ തന്നെ പലരും ബി എന്ന ആൻസർ പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. എങ്കിൽ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇത് നീറ്റ് 2014 ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഓക്കെ, ഇനിയും 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരുന്നത്. നിങ്ങൾ കാണിച്ചു തരണം. ഓക്കെ, ഇനി വരുന്ന ക്വസ്റ്റ്യൻ ആണ് സാധാരണ എല്ലാവരും ഒച്ചപ്പാട് ഉണ്ടാക്കാറ്. KSP ഓഫ് AG2 CrO4 AgCl AgBr AgIR 1.1 into 10 raised to minus 12, 1.8 into 10 raised to minus 10, 5.0 into 10 raised to minus 13, and 8.3 into 10 raised to minus 17. ഇത്തരത്തിലുള്ള വാല്യൂസ് തന്നിട്ടുണ്ട്. 4 സോൾട്സ് ഉണ്ട്. 4 സോൾട്സിന്റെയും KSP വാല്യൂസ് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ഇറ്റ് ഈസ് അറ്റ് ദി സെയിം ടെമ്പറേച്ചർ. അത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ എഴുതുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കൂടെ എഴുതിയാണ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് വിൽ പ്രസിപ്പിറ്റേറ്റ് ലാസ്റ്റ്. വിച്ച് വിൽ പ്രസിപ്പിറ്റേറ്റ് ലാസ്റ്റ് എന്നുള്ളതാണ് ചോദ്യത്തിന്റെ ഉള്ളടക്കം. വിച്ച് വിൽ പ്രസിപ്പിറ്റേറ്റ് ലാസ്റ്റ്. അവസാനമായിട്ട് ആരാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത്? ഇഫ് AgNO3 solution is added to എന്താണ്? Solution containing equal moles of NaCl, NaBr, NaI and Na2CrO4. Equal moles of NaCl, NaBr, NaI, Na2CrO4. അതിനൊരു കാര്യം മനസ്സിലാക്കാം. ഇവിടെ തന്നിരിക്കുന്ന സൊല്യൂഷനിലുള്ള NaCl, NaBr, Na, Na2CrO4 എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ഒരു കാറ്റയോൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈക്വൽ മോൾസ് ആയതുകൊണ്ട് നമ്മൾ കാറ്റയോണെ പറ്റി അറിയിക്കേണ്ട കാര്യമില്ല. എല്ലാത്തിലും കാറ്റയോൺ ഒരുപോലെയാണ്. എന്നാൽ Cl മൈനസ്, Br മൈനസ്, I മൈനസ്, CrO4 2 മൈനസ് ഇവരെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. എങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാൻ പോവാണ്. Then ഫസ്റ്റ് സിറ്റുവേഷൻ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എടുത്തുള്ളത് Ag2 CrO4 ആണെങ്കിൽ ഇവിടെ നമ്മുടെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KSP will be equal to 4s cube എന്ന് വരും. ഇവിടെ 2s, ഇവിടെ s, 2s whole square s, അപ്പൊ 4s cube. അങ്ങനെയാണെങ്കിൽ s is equal to KSP by 4, 1.1 into 10 raised to minus 12 divided by 4 ന്റെ ക്യൂബ് റൂട്ട്. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കണ്ടേ? വേണ്ട, തൽക്കാലം അങ്ങനെ വെച്ചോ. 1.1 by 4 സംതിങ് വാല്യൂ വരും. അതിന്റെ ക്യൂബ് റൂട്ട് എടുത്താൽ എന്തോ ഒരു വാല്യൂ വരും. എന്നാ സംതിങ് into 10 raised to minus 4 ആണ് വരുന്നത്. 4 എവിടുന്ന് വന്നു? 10 raised to minus 12 ക്യൂബ് റൂട്ട്. നമുക്ക് പെർഫെക്റ്റ് വാല്യൂ ആരും ചോദിച്ചിട്ടില്ല. വിച്ച് വിൽ പ്രസിപ്പിറ്റേറ്റ് ലാസ്റ്റ് എന്ന് ചോദിച്ചാൽ ഇവരെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി കമ്പയർ ചെയ്ത സമയത്ത് നമുക്ക് ഇതിന് എക്സാക്ട് വാല്യൂ വേണ്ട. അവിടെയാണ് പ്രശ്നം വരുന്നത്. ക്യൂബ് റൂട്ട് വരുമ്പോൾ എന്ത് ചെയ്യാന്നുള്ളതാണ് ചോദ്യം. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കേണ്ട. നെക്സ്റ്റ് നമ്മൾ എടുത്തുള്ളത് AgCl ആണെങ്കിൽ AgCl കേസ് എടുക്കുകയാണെങ്കിൽ KSP will be equal to AgCl അല്ലേ. Therefore S into S, S square. അങ്ങനെയാണ് S will be equal to root of KSP 1 into 10 raised to minus 10 ന്റെ റൂട്ട് എടുത്താൽ something into 10 raised to minus 5. Okay, next situation എടുക്കാം. AgBr എടുത്താൽ yes, same equation. KSP equal to S square. S is equal to root of 5 into 10 raised to minus 13. ഇതില് നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഒരു 10 raised to minus 12 ആക്കി എടുത്താൽ
something into 10 raised to minus 12 ആക്കി എടുത്താൽ it becomes something into 10 raised to minus 6 root ആണ് 10 raised to minus 12 in root എടുത്താൽ 10 raised to minus 6 വരും. AGIE consider ആണെങ്കിൽ again exactly same equation, therefore s is equal to root 8.3 into 10 raised to minus 17. 8 into ആയതുകൊണ്ട് approximately something into 10 raised to minus 18 ആയിട്ട് എടുക്കാം. Therefore you will get an answer something into 10 raised to minus 18 ന്റെ റൂട്ട് എടുത്താൽ 10 raised to minus 9. അങ്ങനെയാണെങ്കിൽ solubility ഏറ്റവും കുറഞ്ഞ വാല്യൂ ആയിരിക്കാനുള്ളത് 10 raised to minus 9. solubility ഏറ്റവും കൂടിയ വാല്യൂ ആയിരിക്കാനുള്ളത് 10 raised to minus 4. solubility highest here, solubility lowest. ചോദ്യം എന്താണ്? Which of the following will precipitate last? Precipitate ചെയ്യാനുള്ള കണ്ടീഷൻ QSP should be greater than KSP. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയാലേ എന്താണ് precipitation നടക്കുള്ളൂ. എന്നാൽ KSP വാല്യൂ ഓരോരുത്തർക്കും ഫിക്സഡ് ആണ്. നിങ്ങൾ ഈ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ സാധനം ആഡ് ചെയ്യുന്നതിനനുസരിച്ച് കോൺസെൻട്രേഷൻ ഇവിടെ കൂടി വരികയാണ്. എവിടെയാണോ എസിന്റെ വാല്യൂ ഏറ്റവും കുറവ് ആ ഒരു സിറ്റുവേഷൻ KSP വാല്യൂ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള സ്മോൾ കേസിനെ ഓവർകം ചെയ്യാൻ കുറച്ച് ആൾക്കാർ ആഡ് ചെയ്താൽ മതിയോ? നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഓൾറെഡി ഉള്ള Na2CrO4, NaCl, NaBr, NaI ഉള്ള സാഹചര്യത്തിൽ AgNO3 ഉള്ള Ag+ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ Ag+ ആഡ് ചെയ്ത് വരുമ്പോൾ ആരുടെ സോളിബിലിറ്റി ആണ് ഏറ്റവും കുറവ് ആ സിറ്റുവേഷനിൽ KSPനെ പെട്ടെന്ന് ഓവർകം ചെയ്യും. അപ്പൊ KSPനെ ഏറ്റവും പെട്ടെന്ന് ഓവർകം ചെയ്യുന്ന ആളാരാ? യെസ്, ഇയാളുടെ സോളിബിലിറ്റി വാല്യൂ ആണ് ഏറ്റവും കുറവ്. അതുകൊണ്ട് ഇയാളാണ് ഏറ്റവും പെട്ടെന്ന് QSP ഗ്രേറ്റർ ദാൻ KSP എന്നുള്ള കണ്ടീഷനിലേക്ക് വരാൻ പോകുന്നത്. കാരണം KSPയുടെ ഇക്വേഷനിലുള്ള S എന്ന് പറയുന്ന S റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനിൽ നിങ്ങൾ ഈ 10⁻⁻9 കൊടുത്താൽ ഏറ്റവും കുറഞ്ഞ വാല്യൂ വരുന്നത് ഈ B എന്ന് പറഞ്ഞ ഓപ്ഷനിലാണെങ്കിൽ അവിടെയായിരിക്കും ഏറ്റവും പെട്ടെന്ന് QSP ഗ്രേറ്റർ ദാൻ KSP ആവാൻ പോകുന്നത്. ചിന്തിച്ചു നോക്കൂ. ഒന്നുകൂടി ഞാൻ പറയാം. In a situation in which solubility is least, its KSP value will be least. Therefore QSP will easily overcome KSP. ഏറ്റവും പെട്ടെന്ന് എന്താണ് precipitation നടക്കുന്ന ആരുടെ സിറ്റുവേഷനിലായിരിക്കും? AGIന്റെ സിറ്റുവേഷനിലായിരിക്കും. പിന്നെ ആയിരിക്കാം AgPr, പിന്നെ ആയിരിക്കാം AgCl. ഇയാൾക്ക് സോളിബിലിറ്റിന്റെ വാല്യൂ ഏറ്റവും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ കൂടുതലായിട്ടുള്ള KSP വാല്യൂവിനെ ഓവർകം ചെയ്യാൻ ലാർജ് എമൗണ്ട് ഓഫ് Ag+ അയോൺസ് ആവശ്യമാണ്. അതുകൊണ്ട് കൂടുതൽ ആഡ് ചെയ്ത് ലാസ്റ്റിലേക്ക് അവസാനമായിട്ട് precipitate ചെയ്യുന്ന ആൾ ആരായിരിക്കും? Ag2CrO4. ക്വസ്റ്റ്യനില് ഓപ്ഷൻസ് ആയിട്ട് AgI, AgCl, AgPr, Ag2CrO4 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആൻസർ വിൽ ബി Ag2CrO4 because its solubility is least, it will precipitate last. Solubility ഏറ്റവും കൂടുതലാണെങ്കിൽ it will precipitate first, solubility ഏറ്റവും കുറവാണെങ്കിൽ it will precipitate last. വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഇതിൽ ഫർദർ എക്സ്പ്ലനേഷൻസ് വേണ്ട എന്നാണ് എന്റെ വിശ്വാസം. എങ്കിൽ മറ്റൊരു ചോദ്യം നോക്കാം. pH of a saturated solution of BaOH twice is 12. Value of solubility product KSP of BaOH twice. Options. The LPMT 2012 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 3.3 into 10⁻⁻7, 5.0 into 10⁻⁻7, 4.0 into 10⁻⁻6, and 5.0 into 10⁻⁻6. എങ്കിൽ solution നോക്കാം. pH of saturated solution BaOH twice. KSP of BaOH twice. BaOH twice in equation എഴുതിയാൽ BaOH twice in solid state undergoes dissociation or dissolution to form Ba2 plus 2OH minus. Therefore, if solubility is S, Ba2 plus concentration in equilibrium will be S. OH minus concentration in equilibrium will be 2S. Therefore, എനിക്ക് വേണ്ടത് OH minus concentration ആണെങ്കിൽ അതിൽ നിന്നും എനിക്ക് S കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ OH minus കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഡാറ്റ തന്നിട്ടുണ്ട് pH തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാം pH plus pOH equal to 14. എങ്കിൽ pOH equal to 14 minus pH, which is 14 minus pH is 12, therefore 2. pOH 2 ആണെങ്കിൽ OH minus concentration, yes, you guessed it correctly, it is 10⁻⁻². അപ്പോൾ OH minus concentration 10⁻⁻² കിട്ടി. ഇനി വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് പറയാം 2S is equal to 10⁻⁻². 2S 10⁻⁻² ആണെങ്കിൽ S will be equal to 0.5 into 10⁻⁻².
എങ്കിൽ എനിക്ക് വേണ്ടത് എന്താ? എന്നോട് ചോദിച്ചിരിക്കുന്നത് KSP ആണ്. KSP ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ it becomes KSP equal to 4s cube. എങ്ങനെ വന്നു? 2s whole square into s 4s cube, which is 4 into 0.5 into 10 raised to minus 2 whole cube. 5 square 25 into 5 is 125. അങ്ങനെയാണെങ്കിൽ 4 into 0.125 into 10 raised to minus 6. 10 raised to minus 2 cube എടുത്തു കഴിഞ്ഞാൽ 10 raised to minus 6. 4 into 0.125 will become 0.125 എത്രയായിരിക്കും? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0.25, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0.5 into 10 raised to minus 6 or 5 into 10 raised to minus 7. 5 into 10 raised to minus 7 is given in option B. Therefore, our answer is KSP of D of choice is 5 into 10 raised to minus 7. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ്. എല്ലാവരും എഴുതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഈ ചാപ്റ്റർ വൈൻഡ് ചെയ്യാം. സോറി, ടോപ്പിക് വൈൻഡ് ചെയ്യാം. ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാൻ എത്രത്തോളം നേരം എടുക്കും എന്നുള്ളത് എന്റെ സ്റ്റുഡൻസിന് അറിയാം. ഇറ്റ്സ് എ വെരി ലെങ്തി ടോപ്പിക്. ക്ലിബ്രി അല്ല, അയോണിക് ക്ലിബ്രി മാത്രം പറയുകയാണെങ്കിൽ തന്നെ വളരെ ലെങ്തി ആയിട്ടുള്ള ടോപ്പിക് ആണ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സോളിബിലിറ്റി പ്രോഡക്റ്റ് ഓഫ് എ sparingly soluble salt. AX2 is 3.2 into 10 raised to minus 11. Its solubility in mole per liter is option A 5.6 into 10 raised to minus 6, option B 3.1 into 10 raised to minus 4, option C 2 into 10 raised to minus 4, option D 4 into 10 raised to minus 4. Okay, എങ്കിൽ സോളിബിലിറ്റി പ്രോഡക്റ്റ് നമുക്ക് വേണമെങ്കിൽ ഓരോരുത്തരുടെ സിറ്റുവേഷനിൽ എഴുതുന്നത് പോലെ നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യാം. KSP is equal to P raised to P, Q raised to Q, S raised to P plus Q എന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ P is 1, so 1 raised to 1, Q is 2, so 2 raised to 2, S raised to 1 plus 2 is 3. അപ്പൊ 4s cube എന്ന് പറഞ്ഞാൽ നേരത്തൊക്കെ കണ്ട ഇക്വേഷൻ, പക്ഷെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇങ്ങനെ തന്നെ വരും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 4s cube എനിക്ക് ചോദിച്ചിരിക്കുന്നത് S ആണ്. S is equal to KSP by 4 ന്റെ whole root. ഏത് റൂട്ടാണ്? തേർഡ് റൂട്ട് ഓർ ക്യൂബ് റൂട്ട്. എങ്കിൽ this is equal to cube root of 3.2 by 4 into 10 raised to minus 11. 3.2 by 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is 0.8. 0.8 നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 3.2 വരിക into 10 raised to minus 11. അങ്ങനെയാണ് ഇതിനെ ഞാൻ പറയും ക്യൂബ് റൂട്ട് ഓഫ് 8 into 10 raised to minus 12 ആയിട്ട് എഴുതാം. 8 ന്റെ ക്യൂബ് റൂട്ട് is 2, 10 raised to minus 12 ന്റെ ക്യൂബ് റൂട്ട് is 4. അപ്പൊ 2 into 10 raised to minus 4. ആൻസർ ഇസ് ഓപ്ഷൻ സി. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ പാർട്ടിൽ നിന്നും വരാറ്. എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എങ്കിൽ ചെറിയൊരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നമ്മൾ ഈ ചാനലിൽ കണ്ടിട്ടുള്ള ഫിസിക്സിന്റെയും കെമിസ്ട്രിന്റെയും ഒരുപാട് ടീച്ചർമാരെ നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. എങ്കിൽ ഇന്നലെ ഇതേ സമയം ലൈവായിട്ട് അനീസ് സാർ ഉണ്ടായിരുന്നു. അതുപോലെ നാളെയും ഇൻഷാ അല്ലാഹ് വിധി ഉണ്ടെങ്കിൽ ഞാൻ ഇന്നലെ 2 ദിവസം മുന്നേ ഓൾറെഡി ബഫർ പാർട്ട് 2 ചെയ്തിരുന്നു. പലരും അതിൽ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ടെക്നിക്കൽ ഇഷ്യൂ കാരണം അത് അപ്ലോഡ് ചെയ്യാനും പറ്റിയില്ല. എങ്കിൽ നാളെ ഞാൻ വീണ്ടും വരും. നിങ്ങൾ ആരെങ്കിലും നാളെ വരുന്നുണ്ടെങ്കിൽ ബഫർ പാർട്ട് 1 കണ്ടിട്ട് വേണം വരാൻ. എങ്കിൽ ബഫർ പാർട്ട് 2 will be taken again tomorrow at exactly the same time 9 PM at the same place, same venue. എങ്കിൽ നാളെ ഇതേ സമയം ഇതേ സാഹചര്യം നമുക്ക് കാണാം. എന്നാൽ നമ്മൾ ഈ ചാനലിൽ കണ്ടിട്ടുള്ള ഫിസിക്സ് കെമിസ്ട്രി ടീച്ചർമാരെല്ലാവരും കൂടിയും നമ്മളൊരു ചെറിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. ലേണോവേറ്റ് അക്കാഡമി എന്ന് പറയുന്നത് ചെറിയൊരു 30 days പ്രോഗ്രാമായിട്ട് കൂടിയാണ് നമ്മൾ മുന്നോട്ട് നീങ്ങിയത്. എങ്കിൽ അതിന് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക.
എന്ന അതിനുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഓൾറെഡി ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ജാബിർ സാറിന്റെ വീഡിയോയിൽ പോയാൽ ജോയിൻ ചെയ്യേണ്ട എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരിക. ഞങ്ങൾ ഫിസിക്സ് കെമിസ്ട്രിയിലുള്ള എല്ലാ ടോപ്പിക്സും 30 days വെച്ച് കംപ്ലീറ്റ് ചെയ്യും. ലൈവായിട്ട് ഇന്ററാക്റ്റീവ് ആയിട്ട് നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ തീർത്തുകൊണ്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും മുന്നോട്ട് തീർക്കുന്നതായിരിക്കും. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അറിയിക്കുക. That's all for today. Thank you. Have a wonderful day.